സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമുക്കറിയാം നമ്മുടെ കേട്ടിട്ട് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ കാറ്റഗറി 1, 2 ആയാലും ഇനി 3, 4 എടുത്താലും നിങ്ങൾക്ക് എന്താണ് ഒരു 30 മാർക്കിന്റെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? അപ്പൊ കാറ്റഗറി 1നെ സംബന്ധിച്ചിടത്തോളം ആയാലും 2 ആണെങ്കിലും പാർട്ട് 2ലും പാർട്ട് 3ലും ഇംഗ്ലീഷ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും, ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത്. 3ലും 4ലും ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 30 ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 30 മലയാളമായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് നമ്മൾ എന്തായാലും വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഇംഗ്ലീഷ് പൊതുവേ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് വരിക. കാരണം എനിക്ക് തോന്നുന്നു മലയാളത്തിനേക്കാൾ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ഒരു 10-25ന്റെ മുകളിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ രീതിയിലാണ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതിൽ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകണം. കാരണം നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ പാർട്ട് 2 ഇംഗ്ലീഷ് ആണെങ്കിൽ 5 ക്വസ്റ്റ്യൻ ആണ് പാരഗ്രാഫുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. എന്നാൽ പാർട്ട് 3 ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന പിന്നെ പാരഗ്രാഫ് വായിച്ച് അല്ലെങ്കിൽ പാസേജുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പാർട്ട് 3 ഇംഗ്ലീഷ് സെലക്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് 10 എണ്ണം വരും. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ 10 സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പാർട്ട് 3ൽ വന്നിരിക്കുന്ന ഇംഗ്ലീഷിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മുതൽ 130 വരെ എന്ന് വെച്ചാൽ 10 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇവിടെ സോൾവ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്, പാസേജുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അത് വായിക്കുന്നതിന് മുന്നേ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് വായിക്കണം. ആ വായിച്ചതിന്റെ ഓപ്ഷൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പാസേജ് വായിക്കാൻ പോവുക. ഉറപ്പാണ് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടുള്ള ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദി ആംബുലൻസ് ക്രൂ റെഫേഴ്സ് ടു. ആംബുലൻസ് ക്രൂ റെഫേഴ്സ് ടു. അപ്പോൾ എന്താണ് ഈ ആംബുലൻസ് ക്രൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മളോട് ആദ്യം ചോദിക്കുന്നത്. ദ ഡ്രൈവർ ആൻഡ് ക്ലീനർ, ദ സൂപ്പർവൈസേഴ്സ്, പിന്നെ ദ മെയിൻ്റനൻസ് വർക്കേഴ്സ്, അതുപോലെ തന്നെ ദ മെഡിക്കൽ മെഡിക്കൽ, അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് ദ ദ മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. എന്തോ ആവട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ റെക്കഗ്നൈസ്ഡ് ദി സൈൻസ് ഓഫ് എ സ്ട്രോക്ക് ബിക്കോസ്. പ്രിൻസിപ്പൽ റെക്കഗ്നൈസ്ഡ് സൈൻസ് ഓഫ് എ സ്ട്രോക്ക് ബിക്കോസ്. നമുക്കറിയില്ല, നോക്കാം. ഹി വാസ് ക്വാളിഫൈഡ് ടു ഡു സോ. ഹി വാസ് ട്രെയിൻഡ് ഇൻ ഫസ്റ്റ് എയ്ഡ്. നെക്സ്റ്റ് നോക്കിയേ, ഹി ഹാഡ് പേഴ്സണൽ നോളജ് ഓഫ് ദ സിംറ്റംസ്. ആൻഡ് ഓപ്ഷൻ ഡി എന്താണ്, ദ നെയ്ബേഴ്സ് ടോൾഡ് ഹിം സോ. അപ്പൊ നമുക്കറിയില്ല, ഇപ്പൊ എന്താണെന്ന് അറിയില്ല. അപ്പൊ പ്രിൻസിപ്പൽ എന്തോ തിരിച്ചറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു സ്ട്രോക്കിൻ്റെ, നമുക്കറിയില്ല. എന്തോ ആവട്ടെ. അടുത്തത്, the teacher called the principal in order to dash. The teacher called the principal in order to investigate, inform, instigate, അതുപോലെ തന്നെ interfere. ഇങ്ങനെ 4 കാര്യങ്ങളാണ് തന്നത്. നോക്കാം. അടുത്ത നോക്കിയേ, the 2 grandchildren were shaken because of dash. The ride in the ambulance, the nature of the road, the trauma of the grandmother's illness, and option D, the missed classes. നോക്കാം നമുക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടാവും പാരഗ്രാഫിൽ. അടുത്ത നോക്കിയേ, ദ ഗ്രാൻഡ് മദർ കോൾഡ് ദ ടീച്ചർ ടു സ്പീക്ക് ഔട്ട്. ദ ഗ്രാൻഡ് മദർ കോൾഡ് ദി ടീച്ചർ സ്പീക്ക് ഔട്ട് ഡാഷ്. നോക്കാം, ഹെർ ഇമോഷണൽ സ്റ്റേറ്റ്, ഹെർ ഫോൾസ് അറ്റ് ഹോം ദാറ്റ് ഡേ, ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഓൺലൈൻ ലേണിംഗ്, ആൻഡ് ഓപ്ഷൻ ഡി, ഹെർ ഗ്രാൻഡ് ചിൽഡ്രൻസ് പ്രോഗ്രസ് ഇൻ സ്കൂൾ. അടുത്തത്, ദിസ് വാസ് ബിക്കോസ് ദ ടീച്ചർ വാസ് ക്വൈറ്റ് ഫെമിലിയർ ഡാഷ് ദ ഗ്രാൻഡ് മദേഴ്സ് വോയിസ് ആൻഡ് വേ ഓഫ് സ്പീക്കിംഗ്. അവിടെ നിങ്ങൾ എന്താണ് പ്രിപ്പോസിഷൻ അവിടെ ഫില്ല് ചെയ്യാണ് വേണ്ടത്. നമുക്ക് നോക്കാം. എന്തോ ആവട്ടെ. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പാസേജ് ഡാഷ് ദ കമ്മ്യൂണിറ്റി സ്പിരിറ്റ്, ഇൻസ്പയർസ്, സെലിബ്രേറ്റ്സ്, പിന്നെന്താണ് സെർമോണൈസസ് ആൻഡ് സർപ്രൈസസ് അല്ലെ, സെർമോണൈസസ് ആൻഡ് സർപ്രൈസസ്. ക്ലിയർ. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ടീച്ചർ ഇമ്മീഡിയറ്റ്ലി ഡാഷ് ദാറ്റ് സംതിങ് വാസ് റോങ്, ഡൗട്ടഡ്, സെൻസ്ഡ്, ട്രസ്റ്റഡ്, റിവീൽഡ്. എന്തോ ആവട്ടെ, എന്താണെന്ന് നമുക്കിപ്പോൾ അറിയില്ലല്ലോ, നമുക്ക് നോക്കാം. അടുത്ത നോക്കിയേ, her words are jumbled. This means that her speech was dash mysterious, breathtaking, coherent and incoherent. എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. The principal supervisors dropped everything because their hands were full. They had to drive the car. They were desperate and nothing else was so important. ഇങ്ങനെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ എന്തിലുള്ളത്. 10 എണ്ണമാണ് നമ്മളിപ്പോൾ വായിച്ചു നോക്കിയത്. അപ്പോൾ 10 എണ്ണത്തിൽ അത്യാവശ്യം സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പാരഗ്രാഫിലേക്ക് വരിക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഏതൊക്കെയോ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഇത് വായിച്ചു നോക്കാം അല്ലേ. അടുത്ത, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാൻ തുടങ്ങാം. ഇങ്ങനെയാണ് വരുന്നത്. In the midst of COVID-19 pandemic,
Julia Koch began her second year as a first grade teacher in a virtual classroom at Edgewood Elementary School in Michigan. Michigan. One afternoon in September last year, she received a call from Cynthia Phillips, who was having technical difficulties with her granddaughter's tool for online learning. Coach immediately knew something was wrong with Phillips. The two women had spoken numerous times, but the coach had never heard the grandmother sound quite like this. Her words were so jumbled that coach could barely understand her, although she was able to make out that Phillips had fallen 4 times that day. Coach phoned her principal, Charlie Lovelady, who assured her that he would call and check on Phillips himself. Next, just like Coach, Lovelady could barely understand Phillips. He suspected she might be having a stroke. He recognized the signs from when his own father had suffered one. Lovelady was able to make out the word kids and immediately became concerned that Phillips' 2 grandchildren aged 6 and 8 were probably home alone with her. She was their primary guardian. Lovelady asked his office manager to send an ambulance to the grandmother's home. Then Lovelady called his supervisors at the local school district, Vanderbilt Matthews and Katria Birdwalker, to tell them what was going on. Both of them dropped everything and drove to the family's house or family's home. When they pulled up less than 10 minutes later, the ambulance crew was treating Phillips while the 2 girls, looking visibly shaken, were outside with a neighbor. The quick response from Coach and Lovelady saved Phillips' life. She arrived at the hospital in time to get treatment and before chronic damage occurred. But the school's crisis response was only one piece of the community's extraordinary efforts to help Prince Phillips and her granddaughters. Another family with young children took in the 2 girls. Virtual learning has been a challenge across the world, but it's fair to say that it has also helped communities grow closer. Many teachers have given their personal phone numbers to students and families in case they needed extra help. In this case, the exchange was literally life-saving. COVID-19 ബന്ധപ്പെട്ട് അതുകൊണ്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫ് തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സ്വന്തമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിരുത്തി ഇത് വായിക്കണം. എക്സാമിന് നമുക്ക് എന്താണ്, നമ്മൾ സ്വന്തമായിട്ട് എന്തായാലും ഇത് വായിക്കണം അല്ലേ. നമ്മൾ കൃത്യമായിട്ട് വായിക്കും, ഓരോ ക്വസ്റ്റ്യൻ വായിക്കും, പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കണം. അങ്ങനെ വായിച്ചതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. മനസ്സിലാക്കണം. കാരണം എന്താണ്, ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. എക്സാം ഹോൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ സ്ക്രീനിലായതുകൊണ്ട് നമുക്ക് അവിടെ അണ്ടർലൈൻ ഇട്ട് വെക്കാനൊന്നും പറ്റില്ല. പക്ഷേ എക്സാം ഹോൾ ആണെങ്കിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് പിന്നെ പാരഗ്രാഫ് വായിക്കുമ്പോൾ ഓരോ കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ആ കാര്യത്തിലെത്തുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേന വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. എന്തോ ആവട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തായാലും കൃത്യമായിട്ട് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നോക്കാം. ഫസ്റ്റ് ഇങ്ങനെയാണ്, ദി ആംബുലൻസ് ക്രൂ റെഫേഴ്സ് ടു. ആംബുലൻസ് ക്രൂ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്നത് അല്ലെ. ആംബുലൻസ് ക്രൂ റെഫേഴ്സ് ടു, നോക്കിയേ, ദ ഡ്രൈവർ ആൻഡ് ക്ലീനർ. ആംബുലൻസിലെ ക്രൂ എന്ന് വെച്ചാൽ ഡ്രൈവർ ആൻഡ് ക്ലീനർ എന്നാണോ, അല്ല ദ സൂപ്പർവൈസേഴ്സ് ആണോ, അല്ല ദ മെയിൻ്റനൻസ് വർക്കേഴ്സ് ആണോ, അല്ല ദ മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫ് ആണോ. ആംബുലൻസ് ക്രൂ എന്നുള്ളത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സംശയം വേണ്ട, ആംബുലൻസ് ക്രൂ മീൻസ് ദ മെഡിക്കൽ ഓർ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് പറയാൻ കേട്ടോ. മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നുള്ളതാണ് ആൻസർ. അടുത്തത്, ദ പ്രിൻസിപ്പൽ റെക്കഗ്നൈസ് ദ സൈൻസ് ഓഫ് എ സ്ട്രോക്ക് ബിക്കോസ്. അപ്പോൾ പ്രിൻസിപ്പൾ പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അതൊരു സ്ട്രോക്കിന്റെ സൈൻസ് ആണ് കാണിക്കുന്നതെന്നില്ല റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? ഹി വാസ് ക്വാളിഫൈഡ് ടു ഡു സോ. ഹി വാസ് ട്രെയിൻഡ് ഇൻ ഫസ്റ്റ് എയ്ഡ്. ഹി ഹാഡ് എ പേഴ്സണൽ നോളജ് ഓഫ് ദ സിംറ്റംസ്. പിന്നെയോ ദ നെയ്ബേഴ്സ് ടോൾഡ് ഹിം സോ. എന്തുകൊണ്ടായിരിക്കും പ്രിൻസിപ്പൾക്ക് അത് പെട്ടെന്ന് ട്രേസ് ചെയ്യാൻ പറ്റിയത്? ഒന്നുമില്ല, ഇത് പ്രത്യേകം പറയുന്നുണ്ടല്ലേ, പ്രിൻസിപ്പൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പേഴ്സണൽ നോളജ് ഉണ്ട്, അതിനെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആൻസർ ഏതാണ്? ഹി ഹാഡ് പേഴ്സണൽ നോളജ് ഓഫ് ദി സിംറ്റംസ് എന്നതാണ് ആൻസർ. നെക്സ്റ്റ്, ദ ടീച്ചർ കോൾഡ് ദ പ്രിൻസിപ്പൽ ഇൻ ഓർഡർ ടു ഡാഷ്. ടീച്ചർ എന്തിനാണ് പ്രിൻസിപ്പളിനെ വിളിച്ചല്ലേ? ടീച്ചർ കോൾഡ് ദ പ്രിൻസിപ്പൽ ഇൻ ഓർഡർ ടു ഇൻവെസ്റ്റിഗേറ്റ്, ഇൻഫോം, ഇൻസ്റ്റിഗേറ്റ്, അതുപോലെ തന്നെ ഇന്റർഫിയർ എന്നിങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ആൻസർ? ദ ടീച്ചർ കോൾഡ് ദ പ്രിൻസിപ്പൽ ഇൻ ഓർഡർ ടു
ഇൻഫോം എന്നുള്ളതാണ് ആൻസർ കേട്ടോ. ദ ടീച്ചർ കോൾഡ് ദ പ്രിൻസിപ്പൽ ടു ഇൻഫോം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ. അടുത്തത്, ദ ടു ഗ്രാൻഡ് ചിൽഡ്രൻ വേർ ഷെയ്ക്കൺ ബിക്കോസ് ഓഫ്. രണ്ട് ഗ്രാൻഡ് ചിൽഡ്രൻസ് ഇങ്ങനെ ഷെയ്ക്കൺ, അതിനെ കുറിച്ച് ഒരു കാര്യം നമ്മളെ പേരിൽ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും? ദ റൈഡ് ഇൻ ദി ആംബുലൻസ്, ദ നേച്ചർ ഓഫ് ദ റോഡ്, ദ ട്രോമ ഓഫ് ദ ഗ്രാൻഡ് മദേഴ്സ് ഇൽനെസ് ആൻഡ് ഓപ്ഷൻ ഡി ദ മിസ്ഡ് ക്ലാസസ്. എന്തുകൊണ്ടാണ് അവർ കൈ ഷെയ്ക്ക് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. കൈ കുടഞ്ഞ എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടായിരിക്കും ഗ്രാൻഡ് ചിൽഡ്രൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ആൻസർ വരുന്നത് ദ ട്രോമ ഓഫ് ദ ഗ്രാൻഡ് മദേഴ്സ് ഇൽനെസ്. ഗ്രാൻഡ് മദറിന്റെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ പെട്ടെന്നുള്ള ട്രോമയിലാണ് കുട്ടികൾ എന്ത് ചെയ്തത്, ഗ്രാൻഡ് ചിൽഡ്രൻസ് എന്ത് ചെയ്തത്, ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത്, ദ ഗ്രാൻഡ് മദർ കോൾഡ് ദ ടീച്ചർ ടു സ്പീക്ക് ഔട്ട് ഡാഷ്. എന്തിനാണ് വിളിച്ചത്? ദ ഗ്രാൻഡ് മദർ കോൾഡ് ദ ടീച്ചർ ടു സ്പീക്ക് ഔട്ട് ഹെർ ഇമോഷണൽ സ്റ്റേറ്റ്, ഹെർ ഫോൾസ് അറ്റ് ഹോം ദാറ്റ് ഡേ, ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഓൺലൈൻ ലേണിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഹെർ ഗ്രാൻഡ് ചിൽഡ്രൻസ് പ്രോഗ്രസ് ഇൻ സ്കൂൾ. അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങളാണ് തന്നത്. അപ്പൊ അതിൽ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ കോൾ ദ ടീച്ചർ ടു സ്പീക്ക് അബൌട്ട് എന്ന് ചോദിച്ചാണ് അല്ലെ. എന്തിനെ കുറിച്ച് പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഓൺലൈൻ ടീച്ചിങ്. ഓൺലൈൻ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത പിന്നെ ക്വസ്റ്റിലേക്ക് വരാം. This was because the teacher was quite familiar dash the grandmother's voice and way of speaking എന്നാണ് പറഞ്ഞത് അല്ലെ. എന്തുകൊണ്ടായിരിക്കും? This was because the teacher was quite familiar. അവിടെ നമുക്ക് ഏത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ പറ്റുക? ഏത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏത് വെച്ചിട്ടായിരിക്കും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളതാണ് പറയേണ്ടത്. ആൻസർ വരുന്നത് സംശയമൊന്നും വേണ്ട. The last, this was because the teacher was quite familiar with the grandmother's voice and way of speaking എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. നെക്സ്റ്റ്, the last part of the passage dash the community spirit. Last part of the passage inspires എന്നാണോ, celebrates the community spirit എന്നാണോ, അല്ല sermonizes the പിന്നെ spirit എന്നാണോ, അല്ല പിന്നെന്താണ് സർപ്രൈസസ് എന്നിലാണോ നമുക്ക് അവിടെ പറയാൻ പറ്റുമോ? ഏതാണ് വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? സംശയത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്താണ്? ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പാസേജ് സെലിബ്രേറ്റ്സ് ദി കമ്മ്യൂണിറ്റി സ്പിരിറ്റ് എന്നാണ് ആൻസർ കേട്ടോ. സെലിബ്രേറ്റ്സ് ദി കമ്മ്യൂണിറ്റി സ്പിരിറ്റ്സ്. അടുത്തത്, ദ ടീച്ചർ ഇമ്മീഡിയറ്റ്ലി ഡാഷ് ദാറ്റ് സംതിങ് വാസ് റോങ്. അപ്പൊ ടീച്ചർ പെട്ടെന്ന് തന്നെ എന്തോ ചെയ്തു, എന്തോ ആയി അല്ലെ. എന്താണ്? സംതിങ് വാസ് റോങ്, എന്തോ പ്രശ്നം വരാനുണ്ട് അല്ലെ, എന്തോ ഒരു തോന്നലുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഏതാ ഫില്ല് ചെയ്യാൻ പറ്റുക? ദ ടീച്ചർ ഇമ്മീഡിയറ്റ്ലി ഡാഷ് ദാറ്റ് സംതിങ് വാസ് റോങ്. ഡൗട്ടഡ് എന്നാണോ, സെൻസ്ഡ് എന്നാണോ, റിവീൽഡ് എന്നാണോ, ട്രസ്റ്റഡ് എന്നാണോ? സംതിങ് വാസ് റോങ് അല്ലെ. ആൻസർ സെൻസഡ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ. അപ്പൊ ദ ടീച്ചർ ഇമ്മീഡിയറ്റ്ലി സെൻസ്ഡ് ദാറ്റ് സംതിങ് വാസ് റോങ് അല്ലെ. പെട്ടെന്ന് തന്നെ ടീച്ചർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയെന്നാണ്, എന്തോ ബുദ്ധിമുട്ട് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അടുത്തത്, her words were jumbled. This means that her speech was dash. Okay, ഏതാണ് വരിക? her words were jumbled എന്നാണ് പറഞ്ഞത്. jumbled എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഏതാണ്? കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മിസ്റ്റീരിയസ് എന്നാണോ, ബ്രേക്ക് ടേക്കിംഗ് എന്നാണോ, കൊഹറന്റ് എന്നാണോ, ഇൻകൊഹറന്റ് എന്നാണോ? her words were jumbled. This means that her speech was ഏതാണ് വരിക? കൊഹറന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം യോജിച്ച എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇൻകൊഹറന്റ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പോൾ എന്താ പറയാൻ പറ്റുക? This means that her speech was incoherent എന്നതാണ് കേട്ടോ. incoherent എന്നതാണ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. incoherent. അങ്ങനെ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരുന്നു, നോക്കാം. The principal supervisors dropped everything because എന്തുകൊണ്ടായിരിക്കും? Their hands were full. They had to drive the car. They were desperate and option D, nothing else was so important. Nothing else was so important. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? The principal supervisors dropped everything because nothing else was so important. ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഇതൊന്നും കണ്ടൊന്നും പേടിക്കേണ്ട. കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക, എത്രയാണ് ഇത്, എങ്ങനെയാണ് തലയിൽ കയറുക എന്നൊക്കെ സംശയമുള്ളവരുണ്ടാവും. അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട. ജസ്റ്റ് പാരഗ്രാഫ് വായിക്കുക, അതിന് തൊട്ട് മുന്നേ ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിരുത്തി വായിക്കണം. വേറെ എവിടെയും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ നല്ല വൃത്തി നോക്കിയിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷിലത്തെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിൻ്റെ സ്കോറിംഗ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 30 മാർക്കാണ്, 25ന് മുകളിലേക്ക് നിങ്ങൾ എന്തായാലും സ്കോർ ചെയ്യണം. അതെന്തായാലും നിങ്ങൾ സ്കോർ ചെയ്തിരിക്കും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. ഇനി ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. അടുത്ത ഒരു ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.